പരിശുദ്ധ കത്തോലിക്ക തിരുസഭ ഇന്ന് വിശുദ്ധ യൂപ്രാസ്യാമ്മയുടെ ഓർമ്മ ദിനം കൊണ്ടാടുന്നു. ഈ തിരുനാളിൻ്റെ മംഗളങ്ങളേറെ സ്നേഹത്തോടുകൂടെ നിങ്ങൾക്ക് ഏവർക്കും നേരുന്നു. മരിച്ചാലും മറക്കില്ലാട്ടോ എന്ന് പറഞ്ഞ ഈ അമ്മയുടെ വലിയ സ്നേഹം ഇന്ന് ഈ ഒല്ലൂരിൻ്റെ മണ്ണിൽ നമുക്ക് ആസ്വദിക്കാം. തൃശ്ശൂർ എടുത്തുരുത്തി ഇടവക എലുവത്തിങ്കിൽ അന്തോണി കുഞ്ഞത്തി ദമ്പതികൾക്ക് ദൈവം കൊടുത്ത സമ്മാനമാണ് വിശുദ്ധ യൂപ്രാസ്യ. ദൈവസ്നേഹവും ത്യാഗസന്നദ്ധതയും ഒക്കെ ഒത്തിണങ്ങിയ ഒരു ജീവിതമായിരുന്നു വിശുദ്ധയുടേത്. എല്ലാവർക്കും മാതൃകയാക്കാവുന്ന ഒരു ജീവിത ശൈലിക്കുടമ. സുവിശേഷ പുണ്യങ്ങളൊക്കെ ജീവിതത്തിൻ്റെ ഭാഗമാക്കുവാൻ ഏറെ ശ്രദ്ധ ചെലുത്തിയ ഒരു വ്യക്തിയായിരുന്നു വിശുദ്ധ യൂപ്രാസ്യ. നിശബ്ദമായ സഹനത്തിലൂടെ ദൈവത്തിന് തന്നെ പൂർണ്ണമായി വിട്ടുകൊടുത്ത് സമർപ്പിച്ച് ഉജ്ജ്വല സ്നേഹത്തിൻ്റെ ബലിവേദിയിൽ സ്വയം ഹോമിക്കുവാൻ മനസ്സ് കാണിച്ച ഒരു ജീവിതം. മരിച്ചാലും മറക്കില്ലാട്ടോ എന്നും പറഞ്ഞ് എല്ലാവരെയും സ്നേഹിക്കുവാൻ, എല്ലാവരെയും ഉൾക്കൊള്ളുവാനായിട്ട് ഈ അമ്മയ്ക്ക് സാധിച്ചു. 1877 ഒക്ടോബർ 17 വിശുദ്ധ ജനിക്കുന്നത്. 1877 ഒക്ടോബർ 25 എടുത്തുരുത്തി പള്ളിയിൽ മാമോദിസ സ്വീകരിച്ചു. തുടർന്ന് പഠനത്തിനായിട്ട് ബോർഡിങ്ങിൽ ചേരുന്നുണ്ട്. പലപ്പോഴും രോഗിയായി തിരികെ ഭവനത്തിലേക്ക് പോകേണ്ട അവസ്ഥയും ഉണ്ടായിട്ടുണ്ട്. 1889 സെപ്റ്റംബർ 17 തിരുക്കുടുംബം പ്രത്യക്ഷപ്പെട്ട് രോഗസൗഖ്യം കൊടുക്കുന്നു. 1897 ജനുവരി 15 മഠത്തിൽ ചേർന്ന് 1897 മെയ് 9 ശിരോവസ്ത്രം സ്വീകരിച്ചു. ഈശോയുടെ തിരുഹൃദയത്തിൻ്റെ യൂപ്രാസ്യ എന്ന പേരും സ്വീകരിച്ചു. 1952 ഓഗസ്റ്റ് 29 നിത്യസമ്മാനത്തിനായി ദൈവസന്നിധിയിലേക്ക് യാത്രയായി. 1987 ഓഗസ്റ്റ് 27 ദൈവദാസിയായിട്ട് പ്രഖ്യാപിച്ചു. 2006 ഡിസംബർ 3 വാഴ്ത്തപ്പെട്ട പദവിയിലേക്ക് ഉയർത്തി. 2014 നവംബർ 23 വിശുദ്ധയായി പ്രഖ്യാപിക്കപ്പെട്ടു. നമ്മളിനി അമ്മയെ ഓർക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ സ്നേഹത്തിന് വലിയ ഇടം കൊടുക്കുവാൻ, എല്ലാവരെയും സ്നേഹിച്ചുകൊണ്ട് ചില സഹനങ്ങളും സങ്കടങ്ങളുമൊക്കെ കടന്നു വരുമ്പോൾ ദൈവസന്നിധിയിൽ പൂർണ്ണമായി അർപ്പിക്കുവാൻ, വിശുദ്ധിയിൽ പരാതിയും പരിഭവവും ഇല്ലാതേക്ക് അർപ്പിക്കുവാനായിട്ട് ഈ അമ്മയുടെ കൃപ നമുക്ക് യാചിക്കാം. അവളുടെ പ്രാർത്ഥനയും പരിത്യാഗവും വഴി അവൾ ദൈവസ്നേഹത്തിൽ അതുല്യയായി. അവളുടെ സഹോദര സ്നേഹം കാരണം അവൾ മറ്റുള്ളവരുടെ ഏറ്റവും ചെറിയ ആവശ്യങ്ങൾ കൂടി പരിഗണിച്ച് സഹായിച്ചിരുന്നു. ഓരോ ചെറിയ സഹായം ലഭിച്ചപ്പോഴും അവൾ ഈ വാക്കുകളിൽ നന്ദി പറയുമായിരുന്നു: മരിച്ചാലും മറക്കില്ലാട്ടോ. ദിവ്യകാരുണ്യ സന്നിധിയിൽ നിരന്തരം ചെലവഴിച്ചിരുന്നത് കൊണ്ട് സഞ്ചരിക്കുന്ന സക്രാരി എന്നൊരു വിളിപ്പേരും അവൾക്കുണ്ട്. ശുദ്ധീകരണ ആത്മാക്കൾക്ക് വേണ്ടി അവൾ പ്രാർത്ഥനകളും പരിത്യാഗങ്ങളും സമർപ്പിച്ചു. എപ്പോഴും ജപമാല ഏന്തി നടക്കുന്ന ഈ സിസ്റ്ററിനെ പ്രാർത്ഥിക്കുന്ന അമ്മ എന്നാണ് ജനങ്ങൾ വിളിച്ചിരുന്നത്. മാതാവിൻ്റെയും തിരുഹൃദയത്തിൻ്റെയും ഒക്കെ അതീവ ഭക്തയായിരുന്ന അവൾ ഇങ്ങനെ പ്രാർത്ഥിക്കുമായിരുന്നു: എൻ്റെ രക്ഷിതാവേ, മനുഷ്യഹൃദയങ്ങളിൽ അവിടുന്ന് തിരസ്കൃതനാകുമ്പോഴെല്ലാം എൻ്റെ ഹൃദയത്തിൽ വന്ന് വസിക്കണമേ. സ്വർഗരാജ്ഞി, ഞാൻ അങ്ങേപ്പക്കൽ വന്നു ചേരുന്നത് വരെ എന്നെ കൈവിടരുതേ. വിശുദ്ധ യൂപ്രാസ്യ അമ്മയുടെ തിരുനാളിൻ്റെ മംഗളങ്ങൾ ഒരിക്കൽ കൂടെ നിങ്ങൾക്ക് ഏവർക്കും ഏറെ സ്നേഹത്തോടുകൂടെ നേരുകയാണ്. ദൈവം നമ്മളെല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നമ്മെല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.